നമസ്കാരം. ആദ്യമായി സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്ന ആളാണോ നിങ്ങൾ? സെയിൽസ് അഥവാ വിൽപ്പന എന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൊരു ചെറിയ പേടിയോ ആശങ്കയോ ഒക്കെ ഉണ്ടോ? ഹേയ്, അത് തികച്ചും സ്വാഭാവികമാണ് കേട്ടോ. എന്നാൽ നിങ്ങളുടെ ആ പേടി മാറ്റാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ ആദ്യ ബിസിനസ്സിനായി കൃത്യമായതും എന്നാൽ കസ്റ്റമറെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടുള്ളതുമായ ഒരു കിടിലൻ സെയിൽസ് എഞ്ചിൻ എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ലഭ്യമായ ഏറ്റവും മികച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഈ വിശദീകരണത്തിലൂടെ നമുക്കത് വളരെ ലളിതമായി തന്നെ പഠിച്ചെടുക്കാം. അപ്പോ തുടങ്ങിയല്ലേ? ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. 1. എന്താണ് ഈ LAFPS ഫ്രെയിംവർക്ക്? 2. ലീഡുകളും അപ്പോയിന്റ്മെന്റുകളും എങ്ങനെ ഉറപ്പാക്കാം? 3. കസ്റ്റമറോട് സഹാനുഭൂതിയോടെയുള്ള സെയിൽസ് പ്രസന്റേഷൻ. 4. ഫോളോ അപ്പും നർച്ചറിങ്ങും. അവസാനമായി 5. ഇതിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കാം? സങ്കീർണമായ തിയറികളൊക്കെ മാറ്റി നിർത്തി നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്ലാനാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യത്തെ കാര്യം, എന്താണ് ഈ ലാപ്സ് ഫ്രെയിംവർക്ക്? ഒരു ബിസിനസ്സിനെ ശരിക്കും മുന്നോട്ട് കുതിക്കാൻ സഹായിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ലാപ്സ് എന്ന് കേൾക്കുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കേണ്ട. വളരെ ലളിതമായ 4 വാക്കുകളുടെ ചുരുക്കരൂപമാണിത്. അതായത് ലീഡ്സ്, അപ്പോയിന്റ്മെന്റ്സ്, പ്രസന്റേഷൻസ്, പിന്നെ സെയിൽസ്. ലളിതമായി പറഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി അതിനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണമാക്കി മാറ്റുന്ന നിങ്ങളുടെ ബിസിനസിന്റെ ഹൃദയം തന്നെയാണ് ഈ ലാപ്സ്. തുടക്കക്കാരായ സംരംഭകർ തങ്ങളുടെ സെയിൽസ് തന്ത്രങ്ങൾ മെനയുമ്പോൾ ഈ 4 അക്ഷരങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. സെയിൽസ് പ്രക്രിയയുടെ ഏറ്റവും ആദ്യത്തെ പടി. എങ്ങനെയാണ് നമുക്ക് അനുയോജ്യമായ അവസരങ്ങൾ, അതായത് ലീഡുകളും അപ്പോയിന്റ്മെന്റുകളും നമ്മൾ കണ്ടെത്തുന്നത്? ആളുകൾ പെട്ടെന്ന് വന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങില്ലല്ലോ. ഒരു മികച്ച ഉപഭോക്താവിനെ എങ്ങനെ പടിപടിയായി സൃഷ്ടിക്കാമെന്ന് നോക്കാം. ആദ്യം ഒരാൾ നിങ്ങളുടെ 1 മുതൽ 3 മിനിറ്റ് വരെയുള്ള ഷോർട്ട് ഫോം കണ്ടന്റുകൾ കാണുന്നു. അങ്ങനെ പലതവണ കാണുമ്പോൾ അവരിലൊരു ചെറിയ താൽപ്പര്യം ജനിക്കും. പിന്നീട് അവർ നിങ്ങളുടെ 2 മുതൽ 7 മണിക്കൂർ വരെയൊക്കെയുള്ള വലിയ വീഡിയോകളോ ആർട്ടിക്കിളുകളോ കാണുകയും നിങ്ങളിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ആ വിശ്വാസത്തിന്റെ പുറത്ത് അവരൊരു ഫോം പൂരിപ്പിക്കുകയോ വെയിറ്റിംഗ് ലിസ്റ്റിൽ ചേരുകയോ ചെയ്യുന്നു. അങ്ങനെയാണ് ശരിക്കും ഒരു പെർഫെക്റ്റ് ലീഡ് ജനിക്കുന്നത്. അപ്പോൾ ലീഡ് കിട്ടി. ഇനി അവരെ കൊണ്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുപ്പിക്കണ്ടേ? അതിനായി നമുക്കൊരു ചെറിയ റോൾ പ്ലേ ചെയ്ത് നോക്കാം. 6 ഘട്ടങ്ങളുള്ള ഒരു ഹുക്ക് പിച്ചാണിത്. നെയിം, സെയിം, ഫെയിം, പെയിൻ, എയിം, ഗെയിം. നിങ്ങളും എന്നോടൊപ്പം ഇതൊന്ന് ഉറക്കെ പറഞ്ഞ് പരിശീലിക്കൂ. നമസ്കാരം, ഞാൻ അരുൺ, അതാണ് നെയിം. സ്വിഗ്ഗി ഭക്ഷണ വിതരണം എളുപ്പമാക്കിയതുപോലെ അതാണ് സെയിം. ഞങ്ങൾ 100-ലധികം ബിസിനസ്സുകളെ സഹായിച്ചിട്ടുണ്ട്. അതാണ് ഫെയിം. നിങ്ങൾക്ക് സെയിൽസ് കുറയുന്ന പ്രശ്നമുണ്ടോ? അതാണ് പെയിൻ. ഞങ്ങളുടെ പുതിയ സോഫ്റ്റ്വെയർ അതിനൊരു പരിഹാരമാണ്. അതാണ് എയിം. നിങ്ങളുടെ ലാഭം ഇരട്ടിയാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതാണ് ഗെയിം. വെറും 30 സെക്കൻഡിൽ തീരുന്ന ഈ പിച്ച് ഫോൺ വിളിക്കുമ്പോഴോ ഇമെയിൽ അയക്കുമ്പോഴോ ഉപയോഗിച്ചു നോക്കൂ. അപ്പോയിന്റ്മെന്റ് ഉറപ്പാണ്. മൂന്നാമത്തെ വിഭാഗം, സഹാനുഭൂതിയോടെയുള്ള സെയിൽസ് പ്രസന്റേഷൻ. ശരിക്കും പറഞ്ഞാൽ വിജയകരമായൊരു സെയിൽസ് എന്ന് പറയുന്നത് കസ്റ്റമറോട് നമ്മൾ കാണിക്കുന്ന ആഴത്തിലുള്ളൊരു സഹാനുഭൂതി മാത്രമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ആളുകൾ ഒരിക്കലും നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ല വാങ്ങുന്നത്. അവർ വാങ്ങുന്നത് ആ പ്രോഡക്റ്റ് അവർക്ക് നൽകുന്ന അന്തിമ ലക്ഷ്യമാണ്. ഒരു ഉദാഹരണം പറയാം. ഒരാളൊരു ഫെറാറി കാർ വാങ്ങുന്നുവെന്ന് കരുതുക. അത് വെറുതെ ഒരു ഗാരേജിൽ ഒളിപ്പിച്ചു വെക്കാനാണോ? അല്ലല്ലോ. അത് ഓളിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആവേശവും കാറ്റും ആ ഒരു സ്റ്റാറ്റസുമൊക്കെയാണ് യഥാർത്ഥത്തിൽ അവർ വാങ്ങുന്നത്. അപ്പോ എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ഉപഭോക്താക്കൾ അവരുടെ മനസ്സിൽ കാണുന്ന ആ മനോഹരമായ സിനിമയാണ് നിങ്ങൾ വിൽക്കേണ്ടത്, അല്ലാതെ വെറുമൊരു സാധനത്തെയല്ല. അതുകൊണ്ട് ഒരു സെയിൽസ് മീറ്റിംഗിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതിനെ സഹാനുഭൂതിയുടെ 3 കൊട്ടകൾ എന്ന് വിളിക്കാം. ഈ കൊട്ടകൾ നിങ്ങൾ നിറയ്ക്കണം. 1. അവരുടെ നിലവിലെ അവസ്ഥ എന്താണ്? 2. അവരാഗ്രഹിക്കുന്ന അന്തിമ ഫലം എന്താണ്? 3. അതിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ 3 കാര്യങ്ങളും അവരോട് ചോദിച്ചറിയുക. ഈ 3 കൊട്ടകളും നിറയുന്നതുവരെ നിങ്ങളൊരു നല്ല കേൾവിക്കാരനായി മാത്രം തുടരുക. കസ്റ്റമറുടെ പ്രശ്നങ്ങൾ കേട്ട ഉടനെ തന്നെ ആഹാ, ഇതിനുള്ള പരിഹാരം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ചാടി വീഴരുത് കേട്ടോ. ആദ്യം നിങ്ങളുടെ ആഴത്തിലുള്ള അറിവുകൾ അഥവാ ഇൻസൈറ്റ്സ് അവരുമായി പങ്കുവെക്കുക. അതിനുശേഷം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നിങ്ങളുടെ പ്രായോഗികമായ രീതികൾ വിശദീകരിക്കുക. ഇതിനൊക്കെ ശേഷം മാത്രം നിങ്ങളുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഉൽപ്പന്നം അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഇങ്ങനെ ചെയ്താൽ അവരുടെ മുന്നിൽ നിങ്ങൾക്കൊരു വലിയ ആധികാരികത നേടിയെടുക്കാൻ കഴിയും.
ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. വലിയ വിലയുള്ള B2B സർവീസുകളും സാധാരണ പ്രൊഡക്റ്റുകളും വിൽക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. വിലയേറിയ കൺസൾട്ടിംഗ് പോലുള്ള സർവീസുകൾ വിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമറുടെ പ്രശ്നങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നിങ്ങൾ വിൽക്കുന്നത് ഒരു തൊട്ടുനോക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണെങ്കിലോ അവിടെ സ്ലൈഡുകളോ ബ്രോഷറുകളോ പോലെയുള്ള ശക്തമായ ദൃശ്യങ്ങൾ ഉപയോഗിക്കണം. കാരണം മനുഷ്യ മസ്തിഷ്കത്തിന്റെ 50% പ്രവർത്തിക്കുന്നത് ദൃശ്യങ്ങളിലൂടെയാണ്. കാണാൻ കഴിയാത്തൊരു സാധനം വാങ്ങാൻ ആളുകൾക്ക് വലിയ താൽപ്പര്യമുണ്ടാകില്ല. ഇനി 4ാമത്തെ വിഭാഗത്തിലേക്ക് വരാം. ഫോളോ അപ്പ്, നർച്ചർ, പിന്നെ റീആക്ടിവേഷൻ. പ്രസന്റേഷൻ കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അവസരങ്ങൾ തുറക്കുന്നത്. ഇവിടെ സ്പീഡ് വളരെ പ്രധാനമാണ്. നോക്കൂ, പ്രസന്റേഷൻ കഴിഞ്ഞുള്ള ആദ്യത്തെ 48 മണിക്കൂറാണ് പീക്ക് ടൈം. അപ്പോഴാണ് അവർ വാങ്ങാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതിനുശേഷം ആദ്യത്തെ 4 ആഴ്ചകളിൽ കൃത്യമായ കാരണങ്ങളോടെ കുറഞ്ഞത് 7 തവണയെങ്കിലും നിങ്ങൾ അവരെ സജീവമായി ഫോളോ അപ്പ് ചെയ്യണം. എന്നിട്ടും അവരെ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും? 2ാമത്തെ മാസം മുതൽ ചെറിയ വാർത്തകളോ മറ്റു ഉപഭോക്താക്കളുടെ അനുഭവങ്ങളോ ഒക്കെ പങ്കുവെച്ച് അവരുമായുള്ള ബന്ധം നിലനിർത്തുക. പതിയെ അതൊരു ദീർഘകാല ബന്ധമാക്കി മാറ്റുക. ഇനി ഒരുപാട് നാളായി യാതൊരു പ്രതികരണവുമില്ലാത്ത ചില ലീഡുകളുണ്ടാകുമല്ലോ. അവരെ തിരികെ കൊണ്ടുവരാനൊരു സൂപ്പർ ട്രിക്കുണ്ട്. അവരോട് ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. നിങ്ങൾ ആ കാര്യത്തിൽ ഉപേക്ഷ വിചാരിച്ചോ? വളരെ സിമ്പിളല്ലേ? ഉദാഹരണത്തിന്, നിങ്ങൾ ബിസിനസ് വളർത്താനുള്ള ശ്രമം ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുന്നത് അവരെ പെട്ടെന്ന് ചിന്തിപ്പിക്കും. വളരെ വേഗത്തിൽ അവരിൽ നിന്നൊരു മറുപടി കിട്ടാൻ ഇത് നിങ്ങളെ സഹായിക്കും. അവസാനമായി 5ാമത്തെ വിഭാഗം, AI ടൂളുകളും നമ്മുടെ പ്രതിവാര ശീലങ്ങളും. ആധുനിക ടൂളുകൾ ഉപയോഗിച്ച് ഇതൊക്കെ എങ്ങനെ വേഗത്തിലാക്കാമെന്നും കൃത്യമായ ഒരു താളം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നും നമുക്ക് നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോ ടിപ്പാണിത്. AI ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ്. ആദ്യം AI നോട്ട് ടേക്കർ ഉപയോഗിച്ച് നിങ്ങളുടെ സെയിൽസ് കോൾസ് റെക്കോർഡ് ചെയ്യുക. അത് നേരെ ChatGPTയിലേക്ക് കൊടുത്തിട്ട് കസ്റ്റമേഴ്സ് നിരന്തരം പറയുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്യാൻ ആവശ്യപ്പെടുക. ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിലെ ഗോൾഫ് ബാഗ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. അതായത് ഒരു ഗോൾഫ് കളിക്കാരൻ സാഹചര്യത്തിനനുസരിച്ച് കയ്യിലുള്ള സ്റ്റിക്ക് മാറ്റുന്നതുപോലെ ഓരോ കസ്റ്റമറുടെയും സാഹചര്യത്തിൽ പ്രയോഗിക്കാൻ പറ്റിയ വ്യത്യസ്തമായ ആശയങ്ങൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും റെഡിയായി ഉണ്ടായിരിക്കണം. ഒരു പുതിയ സംരംഭകൻ എന്ന നിലയിൽ നിങ്ങളുടെ ബിസിനസ്സിനായുള്ള വളരെ പ്രായോഗികമായ ഒരു സെയിൽസ് ഡാഷ്ബോർഡാണിത്. വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓരോ ആഴ്ചയിലും 50 ലീഡുകൾ, അതിൽ നിന്ന് 10 അപ്പോയിന്റ്മെന്റുകൾ, 6 പ്രസന്റേഷനുകൾ, ഒടുവിൽ 2 സെയിൽസ്. ഈ ഒരു കണക്ക് കൃത്യമായി നിലനിർത്താൻ ശ്രമിക്കുക. ഈയൊരു സ്ഥിരതയുണ്ടെങ്കിൽ ബിസിനസ് വിജയത്തിലേക്ക് കുതിക്കും, ഉറപ്പ്. മികച്ചൊരു LPS താളത്തിലേക്ക് കടക്കുന്നതിലൂടെയാണ് ആത്മവിശ്വാസമുണ്ടാകുന്നത്. എത്ര അർത്ഥവത്തായ വരികളാണല്ലേ! ഈ വിവരങ്ങൾ നിങ്ങളുടെ ബിസിനസ് യാത്രയിൽ പുതിയ ഉൾക്കാഴ്ചകൾ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വെച്ചു നോക്കുമ്പോൾ അടുത്ത ആഴ്ച നിങ്ങളുടെ സെയിൽസ് ഡാഷ്ബോർഡിലെ നമ്പറുകൾ എന്തായിരിക്കും? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ലക്ഷ്യത്തിലേക്ക് ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക. ഒത്തിരി നന്ദി.